ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് പെപ്പർ മസാലയാണ്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് ബീഫ് 1.5 കിലോയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ സവാളയും ബീഫും മസാല എല്ലാം ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അത് വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബീഫ് ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും വഴണ്ടതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം. വലിയ 2 തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്ന മസാല 1.5 കിലോ ബീഫിനുള്ളതാണ്. അപ്പോൾ നിങ്ങളത് അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സവാള തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലായിരിക്കണം മസാല ചേർക്കുമ്പോഴത്തേക്ക്, അതെപ്പോഴും ശ്രദ്ധിക്കണം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 മസാല ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇവ 3 നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീഫ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു പുളിയും കിട്ടും. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ബീഫ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ബീഫും മസാല എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊരു 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. നമ്മളെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇതിനകത്ത് എക്സ്ട്രാ ബീഫിൽ നിന്ന് വന്ന വെള്ളമാണ് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. കാരണം നമ്മൾ ഡ്രൈ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വെള്ളം വറ്റിച്ചെടുക്കാം.
മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിവേപ്പിലയൊക്കെ വഴണ്ടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്താൽ ബീഫിന് നല്ല മണം കിട്ടും. ഇതിലേക്ക് നമുക്കിനി മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് കൂടുതൽ പെപ്പറിൻ്റെ ടേസ്റ്റും എരിവുമാണ് മുന്നിലേക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ആ വെള്ളം മൊത്തം വറ്റി വരണം. വെള്ളം നന്നായിട്ട് ബീഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വറ്റി വരണം. കുറച്ച് ടൈം എടുത്ത് കുക്ക് ചെയ്താലേ ബീഫ് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ ഓപ്പൺ ചെയ്തിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമുക്കൊന്ന് തിക്ക് ഗ്രേവി ആയിട്ട് വരും. നമ്മുടെ ബീഫ് പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വരട്ടി എടുക്കുമ്പോഴാണ് നമുക്ക് പെപ്പർ ഫ്രൈ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.